രണ്ടാം പെരുന്നാളായിട്ട് വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഉത്സവങ്ങൾക്ക് ഏറ്റവും പേരുകേട്ട വള്ളുവനാട്ടിലെ പ്രധാന ക്ഷേത്രമാണ് മാട്ടായിക്കുന്ന് ഭഗവതി ക്ഷേത്രം. അവിടെ പൂരമുണ്ട് എന്ന് അറിഞ്ഞത്. ഒന്നും ആലോചിച്ചില്ല, ഞാനും കുട്ടിയും അങ്ങോട്ടാണ് വിട്ടു. നേരെ പോയി റെയിൽവേ ട്രാക്കിലൂടെ ഉള്ളൊരു യാത്ര അതിമനോഹരമായിരുന്നു. അങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നേരെ കുറച്ച് സമയം നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ അമ്പലത്തിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഒരുപാട് ആളുകൾ ചുറ്റിലുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടുത്തെ കൊച്ചു കാളയാണിത്. ഈ ഒരു കാള മാത്രമേ അവിടെ ഉള്ളൂ. അത്ര വലിയൊരു പൂരമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ആ നാട്ടിലെ പേരുകെട്ട ഒരു പൂരമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഉത്സവത്തിൽ ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വെറുതെ പോയതല്ലേ, മൊത്തത്തിലൊന്ന് കറങ്ങി. അപ്പോഴാണ് ഇതേ ഇറങ്ങി വരുന്ന ഒരു ആന. അപ്പോൾ ആ ഒരു ആനയുടെയും ചന്തവും കാര്യങ്ങളൊക്കെ കണ്ട് ആനയുടെ ബാക്കി കാര്യങ്ങളും കൊട്ടും കുരവയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഒഴിഞ്ഞു മാറിയൊരു ഭാഗത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും മനോഹരമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു വില്ലേജ്, ഒരു ഗ്രാമപ്രദേശത്തുള്ള ഉത്സവത്തിൻ്റെ ആ ഒരു പ്രതീതി ചുറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് അതിനിടയ്ക്കിലൂടെ ട്രെയിനോ കയറിപ്പോയായിരുന്നു കേട്ടോ. ഓക്കെ, അത്രയും ഉത്സാഹത്തോടെ ഡാൻസ് കളിക്കുന്ന ഒരുപാട് കുട്ടികളും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പൂരങ്ങളും കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ നോമ്പിന് ശേഷമുള്ള ആദ്യത്തെ പൂരമാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസകരമായിരുന്നു കേട്ടോ. പക്ഷേ കൂടുതലവിടെ നിൽക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തിയിട്ട് അർജൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും സമയം കളയാതെ ഇരുട്ട് മുമ്പ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങ് പോന്നു.